അങ്ങനെ നമ്മൾ പാലസിൻ്റെ ഒന്നാമത്തെ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് പിത്തളയാണ് കേട്ടോ, ഈ കൈവരികളൊക്കെ പിത്തളയാണ്. അവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ചിത്രങ്ങളുടെ ഒരു ശേഖരമാണ്. ഇതെല്ലാം ഗ്രാനൈറ്റ് കല്ലുകളാണ് കേട്ടോ, കരിങ്കല്ലല്ല, ഗ്രാനൈറ്റ് കല്ലുകളാണ്. മഹാറാണ പ്രതാപ് ഈ ഒരു സാമ്രാജ്യത്തിലെ ശക്തനായ രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ശില്പമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ശത്രുക്കൾ ആക്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉയരം കുറഞ്ഞ വാതിലുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കൃത്യം 6 അടി ഉയരത്തിലുള്ള വാതിലുകളാണ് ഈ ഒരു സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതുണ്ടോ, എനിക്ക് കൃത്യമായിട്ട് നിൽക്കാൻ പറ്റുന്ന അതേ ഉള്ളൂ. എൻ്റെ കൈ കൃത്യം ഇതിൻ്റെ ഓടും, അത്രയേ ഉള്ളൂ ഗ്യാപ്പ്. അപ്പോഴത്തേ നമ്മൾ കയറി അടുത്ത ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയും ചിത്രങ്ങളാണ് കൂടുതലും നമ്മളെ വരവേൽക്കുന്നത്. അപ്പം നമ്മൾ കയറി മറ്റൊരു മുറിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതെല്ലാം രഹസ്യ അറകളായിരുന്നു. ഇതുണ്ട്, ചെറിയ ചെറിയ മുറികളാണ്. ഇങ്ങനെ പല മുറികൾ കയറി വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ. വിജയവിലാസ് പാലസിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് കയറുന്ന മറ്റൊരു പാലസാണിത്. വിജയവിലാസ് പാലസിൽ കുഞ്ഞിയും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അടുത്ത ഒരു ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെയൊന്നും നമുക്ക് എൻട്രി ഇല്ല. ആ സമയത്ത് ഈ വഴിയിൽ പോകണം. ഈ വഴി ഉള്ളിലേക്ക് കടന്നാൽ ഇവിടെ വരുമ്പോഴേ നമുക്ക് ഇവിടുത്തെ ഒരു പ്രതിഷ്ഠയാണ് കാണാൻ പറ്റുക. അതിനുശേഷം നമ്മൾ മുകളിലേക്കാണ് പോകുന്നത്. അന്നത്തെ കാലത്തെ പല്ലക്കിൻ്റെ ഒരു രാജാക്കന്മാർ പോകുന്ന പല്ലക്കാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. കല്ലായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.